നഷ്ടങ്ങളുടെ മറ്റൊരു സീസണും അവസാനത്തിലേക്ക്. ട്രോളിംഗ് നിരോധനം ഈ മാസം 9 മുതൽ തുടങ്ങും. കടം വാങ്ങിയും ലോണെടുത്തും കടലിലിറങ്ങിയ മത്സ്യത്തൊഴിലാളികൾക്ക് നിരാശ മാത്രം സമ്മാനിച്ച ഒരു സീസൺ കൂടി അവസാനിക്കുന്നു. ഇനി ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ് ഏർപ്പെടുത്തിയത്. ഈ സമയത്ത് കരയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള മേഖലയിൽ ട്രോളിംഗ് നടത്തുന്നവർക്കെതിരെയും കർശന നടപടിയുണ്ടാകും. ട്രോളിംഗ് നിരോധന കാലത്ത് തീരക്കടലിൽ മത്സ്യബന്ധനം നടത്താൻ ചെറുവള്ളങ്ങൾക്ക് നിരോധനമില്ല. 4000-ഓളം ട്രോൾ ബോട്ടുകൾക്കും വിദൂര മേഖലകളിലേക്ക് മീൻപിടിക്കാൻ പോകുന്ന ബോട്ടുകൾക്കും ഈ നിരോധനം ബാധകമാണ്. പരമ്പരാഗത വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് നിരോധനം തടസ്സമല്ല. ജൂൺ 9 മുതൽ 52 ദിവസം പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ദിനങ്ങളാണ്. 10 മാസത്തെ സീസണിൽ ഈ വർഷം ആകെ കടലിലിറങ്ങാനായത് വെറും 4-5 മാസങ്ങൾ മാത്രമാണ്. ദുരിതങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ കാലയളവിൽ മത്സ്യമേഖല അഭിമുഖീകരിച്ചത്. കടലാക്രമണവും കാലാവസ്ഥാ മുന്നറിയിപ്പും മത്സ്യലഭ്യതക്കുറവ് മൂലം തീരം നേരത്തെ തന്നെ പട്ടിണിയിലേക്ക് നീങ്ങിയിരുന്നു. ട്രോളിംഗ് നിരോധന കാലയളവിന് മുമ്പ് തന്നെ മഴ ശക്തമായതിനാൽ ആഴ്ചകളായി മത്സ്യബന്ധന യാനങ്ങൾ കരക്കിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ബോട്ടുകളുടെയും വലകളുടെയും അറ്റകുറ്റപ്പണികളുടെ കാലമാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ സൗജന്യ റേഷൻ മാത്രമാണ് ലഭിക്കുന്നത്. ആശ്വാസ ധനസഹായം കൂടി ലഭ്യമാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അന്യസംസ്ഥാന ബോട്ടുകൾ തീരം വിട്ടുപോയെന്ന് ഉറപ്പാക്കും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാവില്ല. ഈ നഷ്ടത്തിലോടിയ ബോട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം നഷ്ടത്തിലാണ്. ഇപ്പോൾ ലാഭില്ലാതെ ഓടുന്ന ബോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ ഡീസൽ പ്രതിസന്ധിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. പഴയ കാലത്ത് സൗജന്യ റേഷൻ യന്ത്രവൽകൃത ബോട്ടിൻ്റെ പണിക്കാർക്ക് കൊടുത്തിരുന്നു. എന്നുവെച്ചാൽ അവർ 52 ദിവസം ഇവിടെ കെട്ടിക്കിടക്കണം, അവർക്ക് തൊഴിലൊന്നുമില്ലാതെ കാരണം അവർക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്നത്. അത് നിർത്തലാക്കിയിട്ട് ഇപ്പോൾ വന്ന സർക്കാർ അത് പുനരാവിഷ്കരിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ഈ മുട്ടം കന്യാകുമാരിയിൽ നിന്ന് വരുന്ന ബോട്ട് കേരള തീരത്ത് കയറിയിട്ട് വലവലിക്കാൻ പറ്റിയ ബോട്ട് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം കയറിയാൽ മതി. അത്രയും വലിയ ബോട്ടുകളാണ് വരുന്നത്. 200 ടൺ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ബോട്ടുകളാണ് അവിടുന്ന് വരുന്നത്. അപ്പോൾ ആ ബോട്ടിനെ നിയന്ത്രിക്കണം. ഏറ്റവും പ്രധാനമായൊരു കാര്യം അതാണ്. നമ്മുടെ കേരളത്തിൽ നിരോധനമാകുമ്പോൾ ഇവിടെ വന്ന് മീൻ പിടിച്ച് പോകാൻ പാടില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഫൈബർ വെള്ളങ്ങൾ അടിത്തട്ടിലുള്ള കിളിമീനും അരണമീനും അടിത്തട്ടിലുള്ള മീൻ പിടിക്കുന്നൊരു രൂപം കഴിഞ്ഞ പ്രാവശ്യം അധികരിച്ച് കണ്ടിരുന്നു. പല ഭാഗത്തും പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ രാത്രി കാലങ്ങളിൽ കൃത്രിമ രീതിയിൽ മീൻ പിടിക്കുന്നൊരവസ്ഥ കണ്ടിരുന്നു. അത് ഈ പ്രാവശ്യം കർശനമായിട്ട് നിരോധിച്ചു കൊണ്ടുള്ള ഉത്തരവാണ് ഇന്നലെ കളക്ടറേറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള. എല്ലാ സ്ഥലത്തും കേരളം ഒട്ടാകെ ആ വിഷയം ചർച്ച ചെയ്യപ്പെടാണ്.